നമ്മൾ മമ്മൂക്കയുടെ കുറേ അതുല്യ വേഷങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. വിധേയൻ, പൊന്തന്മാട, അങ്ങനെ ഒരുപാട് മതിലുകൾ, മൃഗയ, അതെല്ലാ കഥാപാത്രങ്ങളെ അങ്ങ് എറൈസ് ചെയ്ത് കളഞ്ഞിട്ട് ആ സ്ഥാനത്തേക്ക് ഈ ഒരു സാധനം അങ്ങോട്ട് അങ്ങ് പ്രതിഷ്ഠിച്ചാൽ മതി. ഒരു നിൽപ്പ്, ഒരു നടപ്പ്, ഒരു ചിരി. മമ്മൂട്ടിയുടെ കൊടുമൺ പോറ്റി എന്ന് പറയുന്ന ഒരു കഥാപാത്രം അയാളുടെ ഫിലിമോഗ്രഫിയിൽ ഈ ഒരു കഥാപാത്രം അടയാളപ്പെടുത്തും. പുള്ളിക്കാരൻ പക്ക ഒരു വില്ലൻ തന്നെയാണ് സിനിമയിൽ. അങ്ങനെയാണ് ആ റോള് പിടിച്ചു പോയിട്ടുള്ളത്. വിസ്മയം. ഞാൻ വേറെ യൂണിവേഴ്സിൽ നിന്ന് വരുന്ന ഒരു ഫീലാണ് ഇപ്പം. എക്സലൻറ്റ് സിനിമയാണ് കേട്ടോ. സിനിമാറ്റോഗ്രാഫി എല്ലാം കിടിലമാണ്. കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം ഒന്നും പറയാനില്ല, നിങ്ങൾ പോയി കണ്ടു നോക്ക്. കാരണം സെക്കൻഡ് ഹാഫ് കഴിയുമ്പോഴത്തേക്കും പിന്നെ സിനിമയുടെ റൂട്ടേ അങ്ങ് മാറും, എന്താണ് എന്നുള്ളത് നിങ്ങളിപ്പോൾ എന്തായാലും കണ്ടു നോക്കും. കൊള്ളാം, നല്ല പടം. അധികം തെറ്റം കൊള്ളാം, നല്ല രസമുണ്ട്, കണ്ടിരിക്കാൻ നല്ല പടം. അടിപൊളി മമ്മൂട്ടി കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. പടം കൊള്ളാം, ഹൊററാണ് കൊള്ളാം. നല്ല പടമായിരുന്നു, സൂപ്പർ സിനിമ, ഇതിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് രക്ഷയില്ലായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, അങ്ങനെ ക്ലൈമാക്സ് രക്ഷയില്ല, ഒന്നും സൂപ്പർ. അടിപൊളി പടമാണ്, മസ്റ്റ് വാച്ച്, തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ്. പിന്നെ പടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, പക്ഷേ അതൊന്നും യാതൊരു വിഷയവുമില്ല. അടിപൊളി പടമാണ്, സ്ലോ പേസ് പടമാണ്. പക്ഷേ സ്ലോ പേസ് തുടങ്ങിയിട്ട് സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോഴത്തേക്കിന് പടം ഹൈയിൽ പോയിട്ട് പിന്നെ അങ്ങനെ അവസാനിക്കുന്നുണ്ട്. മമ്മൂക്കയുടെ പെർഫോമൻസ് അടിപൊളിയാണ്, എല്ലാവരും പെർഫോമൻസ് അടിപൊളിയാണ്. മമ്മൂക്കയുടെ പെർഫോമൻസ് സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ ഹൈ ലെവലിൽ പോകുന്നുണ്ട്. അപ്പം നല്ലൊരു പടമാണ്. തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുന്ന, OTT-യിലൊക്കെ വരുമ്പോൾ അത്ര മികച്ചതാവില്ല. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണ്, നമുക്ക് തിയേറ്ററിൽ നല്ലപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സൂപ്പർ മൂവി, എനിക്ക് ഇഷ്ടപ്പെട്ടു. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ കൂടെ തന്നെ തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ്. ഒത്തിരി ഇഷ്ടമായി. മമ്മൂക്കയും എല്ലാവരും 3 പേരുടെ അടിപൊളി, സൂപ്പർ. മമ്മൂക്ക എല്ലാവരും അതെ, ത്രില്ലർ ടൈപ്പ് മൂവി തന്നെയാണ്, ത്രില്ലറാണ്. ഒത്തിരി ഇഷ്ടപ്പെട്ടു, ക്ലൈമാക്സ് അടിപൊളി. വേറൊരു ലോകമാണ്. കൊള്ളാം മമ്മൂക്ക പൊളിയാ, ഭയങ്കര അഭിനയ. കൊള്ളാം സിനിമ കൊള്ളാം. ഇതുവരെ നമ്മൾ മമ്മൂക്കയുടെ കുറേ അതുല്യ വേഷങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. വിധേയൻ, പൊന്തന്മാട, അങ്ങനെ ഒരുപാട് മതിലുകൾ, മൃഗയ, അതെല്ലാ കഥാപാത്രങ്ങളെ അങ്ങ് എറൈസ് ചെയ്ത് കളഞ്ഞിട്ട് ആ സ്ഥാനത്തേക്ക് ഈ ഒരു സാധനം അങ്ങോട്ട് അങ്ങ് പ്രതിഷ്ഠിച്ചാൽ മതി. അത്രയ്ക്ക് ഗംഭീര പെർഫോമൻസാണ്. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെയൊക്കെ തലമുറ ഒരു ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഇതുവരെ അനുഭവിച്ചിട്ടില്ല. അത് നമ്മൾ ഇതിലൂടെ കണ്ട്. അതുപോലെ ഈ ഹൊറർ എലമെൻ്റ് ഒരുപാടുണ്ട്, എന്നാൽ പൂർണ്ണമായി നമുക്ക് അങ്ങനെ ഒരു ഇത് പറയാൻ പറ്റത്തില്ല. ചില സമയത്ത് നമ്മളൊക്കെ എന്താ തെറിച്ചു പോകും. ആ രീതിയിലുള്ള പെർഫോമൻസാണ്. എനിക്ക് തോന്നുന്നു കാന്താര പോലെ അല്ലെങ്കിൽ അതിനപ്പുറമായിട്ട് പാൻ ഇന്ത്യൻ തലത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന ഒരു ചിത്രമായിരിക്കും. ഒരുപാട് ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ഈ ചിത്രത്തെ തേടി എത്തുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഗംഭീര പെർഫോമൻസ്. ഇതിനകത്ത് 5 കഥാപാത്രങ്ങളാണ്. അതിൽ 2 പേര് ഒരു ഗസ്റ്റ് റോൾ പോലെ 1-2 സീനിലേ ഉള്ളൂ, മണികണ്ഠൻ ആചാര്യ ഉൾപ്പെടെയുള്ള. ബാക്കി 3 പേര് ത്രൂ ഔട്ടുണ്ട്. അതിൽ മമ്മൂക്കയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ ബാക്കിയുള്ള ഇതുവരെയുള്ള നമ്മൾ കരുതി വെച്ചിരിക്കുന്ന തലപ്പത്തിരിക്കുന്ന അതുല്യ കഥാപാത്രങ്ങളെല്ലാം എറൈസ് ചെയ്ത് കളഞ്ഞിട്ട് ആ സ്ഥാനത്ത് ഈ ഒരു മമ്മൂക്കയുടെ കഥാപാത്രം, ഈ കൊടുമൺ പോറ്റിയെ മാത്രം അങ്ങ് പ്രതിഷ്ഠിച്ചാൽ മതി. അത്രയ്ക്ക് ഗംഭീര പെർഫോമൻസാണ്. പിന്നെ മമ്മൂട്ടി അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റുന്നുള്ളൊരു പ്രതിഭ തന്നെയാണ് അദ്ദേഹം. കാരണം സിനിമയ്ക്കകത്ത് കുറേ സീനുകളിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഞെട്ടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള, ഞാൻ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഒരു നിൽപ്പ്, ഒരു നടപ്പ്, ഒരു ചിരി. ഒരു ചിരിയിൽ തന്നെ ഒരു വ്യത്യസ്തമായ ചിരികളുണ്ട്, ഒരു അലർച്ച ഉണ്ട്. ഇതെല്ലാം നമ്മൾ പറയുമ്പോഴത്തേക്കും ഇതെല്ലാം നമ്മുടെ മനുഷ്യരും നമ്മളെല്ലാം ചെയ്യുന്ന കാര്യം തന്നെ. പക്ഷേ അത് സ്ക്രീനിൽ കാണുമ്പോഴതിൻ്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാകും. മമ്മൂട്ടിയുടെ കൊടുമൺ പോറ്റി എന്ന് പറയുന്ന ഒരു കഥാപാത്രം അയാളുടെ ഫിലിമോഗ്രഫിയിൽ ഈ ഒരു കഥാപാത്രം അടയാളപ്പെടുത്തും. അത്രയും മികച്ച രീതിയിൽ വന്നിട്ടുണ്ട്. അതിന് വേറെ ഷെയ്ഡൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ അടിപൊളിയായിരുന്നു. പുള്ളിക്കാരൻ കുറേ സ്ഥലത്ത് ചിരിക്കുന്നുണ്ട് കേട്ടോ, പല ടൈപ്പ് ചിരി. പുള്ളിക്കാരൻ വേറെ സിനിമയിൽ കണ്ടിട്ടുള്ള ചിരിയൊക്കെ തന്നെ, പക്ഷേ അതിൽ നമുക്ക് പാലേരി മാണിക്യം, വിധേയനൊക്കെ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ കൂടെ ഓടിപ്പോവുക. ഈ കൊടുമൺ പോറ്റിയും അതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കാം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ പക്ക ഒരു വില്ലൻ തന്നെയാണ് സിനിമയിൽ. അങ്ങനെയാണ് ആ റോള് പിടിച്ചു പോയിട്ടുള്ളത്. പിന്നെ പുള്ളിയുടെ കൂടെ കട്ടയ്ക്ക് പെർഫോം ചെയ്യണം. അത് അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം സെക്കൻഡ് ഹാഫിലാണ് അവർക്ക് കുറേ കൂടി ഡൊമിനേറ്റ് ചെയ്യാനുള്ള സീൻസ് കിട്ടുന്നത്. ഈവൻ ക്ലൈമാക്സ് ഒക്കെ ആയാലും അതൊക്കെ അതിമനോഹരമായിട്ട് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ പടത്തിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുത്തത് നല്ലൊരു തീരുമാനമാണ്. എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു അതെങ്ങനെയായിരിക്കും. കളറിൽ വന്നിരുന്നെങ്കിൽ കുറേ കൂടി ഇമ്പാക്റ്റ് കിട്ടും. പക്ഷേ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുത്തത് സിനിമയുടെ ഒരു ആംബിയൻസ് അവർ അങ്ങനെ തന്നെ ഇരുന്നാൽ മതി എന്നാണ്. അതുപോലെ ഫുൾ സ്ക്രീൻ അല്ല സിനിമ, അതൊന്നും ഒരു വിഷയം തോന്നിയില്ല. നല്ല മികച്ചൊരു തിയേറ്റർ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും. 3 പേരെ വെച്ച് മമ്മൂട്ടി സൂപ്പർ, KP ശ്രീധരൻ മോനാണ് സൂപ്പറായിട്ടിരിക്കുന്നത്. ക്ലൈമാക്സ് ഒക്കെ സൂപ്പർ. കാരണം 3 പേരെ വെച്ച് ഇത്രയും കൊണ്ടുപോയത് ഇവിടെ ബോറടിയില്ലാതെ കൊണ്ടുപോയി. മമ്മൂട്ടി പൊളി. ക്ലൈമാക്സ് ഒക്കെ നല്ല ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടു. മമ്മൂട്ടി രക്ഷയില്ല കേട്ടോ, അടിപൊളി. പറയാൻ വയ്യ, വാക്കുകളില്ല സത്യം പറഞ്ഞാൽ. നല്ല സിനിമയാണ്.
വേറിട്ടൊരു എക്സ്പീരിയൻസാണ്. മമ്മൂക്കയുടെ അഭിനയം പിന്നെ പറയണ്ട. എനിക്ക് ഭയങ്കര സന്തോഷമായി. കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.